ഈ കോടനാട് എസ്റ്റേറ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഞാനാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. 5 പേര് ജയലളിതയുടെ ആ ബംഗ്ലാവുമായി ബന്ധപ്പെട്ട് 5 പേർ കൊല്ലപ്പെടുന്നു. അപ്പം അതിനകത്ത് 2 പേര് വരികയാണ് എൻ്റെ പഴയ ഡ്രൈവർ ത്രൂ എന്നെ കാണാൻ വേണ്ടി. അപ്പം അതിനകത്ത് ഒരാൾ ശരിക്കും ഗുണ്ടയൊന്നുമല്ല, കോയമ്പത്തൂർ ബേക്കറി നടത്തി, മറ്റേ ആൾ ഗുണ്ടയാണ്. അപ്പം മലയാളിയായ ഗുണ്ട അന്ന് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് മനസ്സിലായി ഈ മലയാളിയായ ഈ ഗുണ്ട ഭയങ്കരമായിട്ട് ഭയമുള്ള ആളാണ്. അയാൾ കൊലപാതക കേസിലെ പ്രതിയാണ്. ഒരു അവിടെ തന്നെ, തൃശ്ശൂർ തന്നെ. ഭയം എന്ന് വെച്ചാൽ വല്ലാത്ത ഭയം. അപ്പോൾ എന്നെ ഡൽഹി കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ താമസിക്കാൻ സ്ഥലം കൊടുത്തു ഒരു ഹോട്ടലിൽ. അവിടെ ഇയാൾക്ക് ഭയം. എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അയാളെ തല്ലാൻ വരുന്നു, കൊല്ലാൻ വരുന്ന രീതിയിലാണ്. അതായത് എല്ലാ ക്രിമിനൽസിനും വളരെ ഭയമാണ് ഉള്ളിൽ. അതേപോലെ തന്നെ മരട് അനീഷിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് പല ഫോൺ നമ്പറിൽ വിളിക്കുന്ന ആ മരട് അനീഷിനും ഭയങ്കര ഭയമാണ് ഉള്ളിൽ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം ഇവരൊക്കെ പറയുന്നത് ഇവർ പലരെയും കൊന്നിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് എപ്പോഴെങ്കിലും ഇത് കിട്ടും. ആ ഭയമാണ് ഉള്ളിലുള്ളത്. അതേപോലെ തന്നെയാണ് ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഭയങ്കര ഭയമാണ്. ഭയമെന്ന് വെച്ചാൽ വല്ലാത്ത ഭയമാണ്. പിന്നീട് ഞാൻ ഈ ക്രിമിനൽസിനെ പറ്റി കാണുമ്പം അവരുടെ വേറെ സ്വഭാവം കണ്ടത്, ഇവർക്ക് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുകയും സാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്ന സംഭവം മറ്റുള്ളവരെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ഇവരെന്തോ ഊറ്റം കൊള്ളുകയാണ്. അത് വിഷ്വൽസ് കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാം, ആ കുമിളി വെച്ച് ഒരു സംഭവം ഉണ്ടാകും. ഒരു പത്രക്കാരനെ ഈ പിണറായി വിജയൻ്റെ ഗൺമാൻ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പിടിച്ച് തള്ളി മാറ്റുമ്പം മുഖ്യമന്ത്രി അത് ലിറ്ററലി ആസ്വദിക്കുകയാണ്. നിൽപ്പുമെല്ലാം കണ്ടില്ലേ? അതേപോലെ തന്നെ പാർട്ടിക്കാർ, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധം നടത്തുക. ഇന്ത്യയിൽ പ്രതിഷേധം നടത്താം, അത് കമ്മ്യൂണിസ്റ്റുകാർ തന്നൊന്നുമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അതാണ് ജനാധിപത്യം. ആർക്കും എവിടെയും പ്രതിഷേധം നടത്താം. അപ്പം പ്രതിഷേധം നടത്തിയപ്പോൾ പാർട്ടിക്കാർ ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച് നശിപ്പിക്കുന്നു. പിടിച്ചു താഴോട്ടങ്ങ് കീറുക, കനാലിൻ്റെ ഒരു ഭാഗത്തോട്ട് തള്ളിയിടുക. ആ വിഷ്വൽസ് കാണുന്നത് വളരെ ക്രൂരമായിട്ടാണ്. ഒരു ഭാഗത്ത് പാർട്ടിക്കാർ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു. അതിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി, അതായത് ഇൻസ്റ്റിഗേഷൻ വരുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവർ വീണ്ടും ആക്റ്റീവ് ആകുന്നു. അവർ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് വീണ്ടും യൂത്ത് കോൺഗ്രസ്സുകാരെ, ഈ പ്രതിഷേധിക്കുന്നവരെ വളരെ ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. നിങ്ങൾ കണ്ടു കാണും, ഗൺമാൻ ആലപ്പുഴയിൽ ആശുപത്രിക്ക് മുമ്പിൽ വെച്ച് അവർ ബസ്സിൻ്റെ അടുത്ത് പോയില്ല. വിഷ്വൽ വളരെ ക്ലിയറാണ്. വണ്ടി പോയ ശേഷം ഗൺമാൻ, ആ ബസ് പോയ ശേഷം ഗൺമാൻ കാറിൽ നിന്ന് ഇറങ്ങി വളരെ ക്രൂരമായിട്ട് അടിക്കുക, വളരെ ക്രൂരമായിട്ട്. ഇതിൻ്റെ കാരണം എന്തുവാ? അതിനെ സപ്പോർട്ട് ചെയ്ത് മന്ത്രിമാരും മുഖ്യമന്ത്രി മുമ്പിൽ നിൽക്കുന്നു. അത് അവരുടെ ജോലിയാണെന്ന് പോലും ആലോചിച്ച് നോക്കേണ്ട സംഭവമാണ്. കേരളം എന്താ ടെറർ സ്റ്റേറ്റാണ്. കേരളം അത്രമാത്രം ഇൻ്റലിജൻസും മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. അതല്ല ഇവിടുത്തെ ഇഷ്യൂ. അതായത് ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ഒരാൾക്ക് ഈ ആളുകളെ ഇങ്ങനെ തല്ലുകയും അടിക്കുകയും വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഇവർ ആസ്വദിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി ആസ്വദിക്കുന്നുണ്ടോ എന്നെനിക്ക് വളരെ സംശയമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയുകയില്ല. ഒരു മനുഷ്യന് ആ ക്രൂരത കണ്ടിട്ട് അത് തെറ്റാ, ഇനി അങ്ങനെ ചെയ്യരുത് എന്നാ പറയുന്നത്. അത് തെറ്റായിപ്പോയി. അതാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ, നല്ല മനുഷ്യൻ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഇതിനെ എൻകറേജ് ചെയ്യുന്നത്. അതാണിത് മുഖ്യമന്ത്രി എൻകറേജ് ചെയ്തത്. പിന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, യൂത്ത് കോൺഗ്രസ്സുകാരോടും ഈ KSUകാരോടും ഈ പ്രതിഷേധത്തിനൊക്കെ പോകുന്നവരോട് പറയാനുള്ളത്, ഒരു കാരണവശാലും കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാരെ
ഇതൊരു ഇഷ്യൂ ഉണ്ടായ ശേഷം നല്ലപോലെ അറ്റാക്ക് കിട്ടി സീരിയസ് ആയി കഴിഞ്ഞാലും കേസാണെങ്കിലും നിങ്ങളെ ഇവർ സപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല. അത് എല്ലാ പാർട്ടിയുടെയും സ്ഥിതി അങ്ങനെ. നിങ്ങൾക്ക് ചിലപ്പം നേതാവാകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. പിന്നെ പോലീസ് കേസ്, വധശ്രമം കേസാണെങ്കിൽ നിങ്ങളുടെ ഭാവി പോയി കിട്ടും. ഞാനിത് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. അപ്പം ചോദിക്കുക, എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. കാരണം കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് KSUവിൻ്റെ കോളേജിലെ നേതാവായിരുന്നു, യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ബസ്സുമായിട്ട് ബസ് KSRTC ബസ് 7 or 8 ബസ്സിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. സമരമായിരുന്നു, വിദ്യാർത്ഥി സമരമായിരുന്നു. കാരണം കോളേജിലോട്ട് ബസ് വരുന്നില്ല. അപ്പം എന്നെ റിമാൻഡ് ചെയ്തു 7 ദിവസം. എൻ്റെ കൂടെ ഒരു 8 or 10 കുട്ടികളുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ജൂനിയേഴ്സായിരുന്നു. ഞാൻ പോയി പിടികൊടുക്കുമായിരുന്നു. കാരണം ജൂനിയേഴ്സിനെ പ്രീ ഡിഗ്രി പിള്ളേരെ പോയപ്പോൾ ഞാൻ സീനിയറായിട്ട് ഞാൻ കൊണ്ട് പിടികൊടുക്കുമായിരുന്നു. അന്ന് അവിടുത്തെ SI ചന്ദ്രാക്ഷൻ നായരാണ്. പിന്നീട് അദ്ദേഹം റിട്ടയറായി DYSP ആയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയി. അപ്പം ഈ പിള്ളേർക്ക് പട്ടാളത്തിലും പോലീസിലും ദുബായിലൊക്കെ പാസ്പോർട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പാർട്ടിക്കാരുടെ അടുത്ത് ആദ്യമൊക്കെ പോയി, ഒന്നും നടക്കുന്നില്ല, കേസിങ്ങനെ കിടക്കുക, 2 or 3 കേസുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ വണ്ടിക്കുണ്ടായ നഷ്ടപരിഹാരം കോളേജിൽ നിന്ന് ഞങ്ങളെല്ലാം കൂടെ പിരിച്ച് അത് KSRTC കൊടുത്തു. എന്നിട്ട് കേസ് പിൻവലിക്കുന്നില്ല. അവസാനം ഇന്നും ഓർമ്മയുണ്ട്, AK അടുത്ത് പോകുന്നു, അവരെ കാണാൻ ശ്രമിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അവസാനം EK നായനാർ മുഖ്യമന്ത്രിയായ സമയത്ത് ഡൽഹിയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന പ്രഭാവർമ്മയെ ഞാൻ നേരിട്ട് പോയി കാണുന്നു. ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടത്, അദ്ദേഹത്തോട് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അദ്ദേഹം പ്രഭാവർമ്മയുടെ കൊടുക്കുന്നു, ഈ സാധനം വിഡ്രോ ചെയ്തു. അതിൻ്റെ അകത്ത് SFIക്കാരും ഉണ്ടായിരുന്നു, ABPക്കാരുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ KSUക്കാരാണ് ഉണ്ടായിരുന്നത്. ഞാനിത് പറയുന്നത് ഇന്നും ഏകദേശം പല സ്റ്റേഷനിലായിട്ട് പത്തനംതിട്ടയും പത്തനാപുരത്തും ഒക്കെ പുനലൂരുമായിട്ട് ഏകദേശം 10 or 24 കുട്ടികളുണ്ടായിരുന്നു. ഇവരെ ആരെയും സഹായിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും വന്നില്ല. ഇതേപോലെ പല കേസുകളും ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രതിഷേധത്തിന് പോയി ക്രൂരമായി അടി കിട്ടുന്നതും കേസുകളൊക്കെ ഉണ്ടാക്കുന്ന വളരെ സൂക്ഷിച്ച് വേണം. ഈ നേതാക്കന്മാരൊന്നും നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല, ഞാൻ ഗ്യാരണ്ടീഡ്. എത്രയോ പേരെ ഞാൻ എടുത്തു തരാം നിങ്ങൾക്ക്. അവസാനം ഇവർ എവിടെയും ഒന്നും പെടാതെ, ജോലിയും കിട്ടാതെ ഇവർ നരകിച്ചാണ് പോകുന്നത്. ആലോചിച്ച് നോക്കി, ഇങ്ങനെ അടി കിട്ടുന്ന ഒരു സമയം കഴിയും, പിന്നീട് ഇവർ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നു, ജോലി കിട്ടാതാകുന്നു, പിന്നെ മാനസികമായി മുരടിക്കുന്നു, പിന്നെ ശരിക്കുമുള്ള മദ്യപാനികളായിട്ട് മാറുന്നു. എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിനും പ്രതിഷേധത്തിനൊക്കെ പോകാൻ നേരത്ത് നിങ്ങളുടെ നേതാക്കന്മാർ പറയും പ്രതിഷേധം നടത്തിക്കോളാൻ. പക്ഷേ വളരെ ആലോചിച്ച ശേഷം മാത്രമേ പോകാവൂ. ഇത് എൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ്. CPMനകത്ത് അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ അഭിമന്യു കൊല്ലപ്പെട്ടു, മഹാരാജാസിലെ ഒരു ദളിത് വിദ്യാർത്ഥി, SFIക്കാരനായിരുന്നു. അവസാനം എന്തിനാ CPMകാർ ഏകദേശം 1 കോടി രൂപ പണം പിരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ, കോൺസ്പിറസി നടത്ത കുറ്റവാളികളെ CPM അറസ്റ്റ് ചെയ്യുന്ന, ഈ പിണറായി മന്ത്രിസഭ അറസ്റ്റ് ചെയ്യുന്നില്ല പോലീസ്. കാരണം എന്തുവാ? അവരുമായിട്ട് അന്ന് PFI SDP ടൈപ്പ് ഉണ്ട്. അവരാ യഥാർത്ഥ പ്രതികളെ, അതായത് കോൺസ്പിറസി നടത്ത നേതാക്കന്മാരെ തൊടാൻ പോയില്ല. ആർക്കാ പോയത്? അഭിമന്യുവിൻ്റെ കുടുംബത്തിന് പോയി. ആലോചിച്ച് നോക്കണം. പൈസ പിരിച്ചു 1.5 കോടി രൂപ, ഒരു ചെറിയ വീട് വെച്ച് കൊടുത്ത് 10-15 ലക്ഷം. അവിടെ അടിച്ചു മാറ്റുക. ഇത് ആ പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടിയും ഇങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, എനിക്ക് അറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. അല്ല, അന്ധമായിട്ട് ചെറുപ്പക്കാരായ നിങ്ങൾ പോയി അടി മേടിച്ച് ഇത് ക്രൂരം, ഇത് ശാരീരികമായിട്ട് പ്രശ്നമുണ്ടാകും കുറച്ചും കൂടെ പ്രായം വരുമ്പോൾ. അതുകൊണ്ട് ഈ രാഷ്ട്രീയമെന്ന് പറയുന്നത് നിങ്ങൾ ഈ പോയി അടി മേടിക്കുക, കേസുണ്ടാക്കുക, നശിക്കുക, ഇതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല. അതിൽ 1000 പേരിൽ 1 or 2 പേര് നേതാക്കളാകും. ഇവരെല്ലാം നിങ്ങളെ ഇഗ്നോർ ചെയ്യും.
സത്യമായിട്ടാണ് പറയുന്നത്. ഞാൻ നാട്ടിൽ രാഷ്ട്രീയം കളിച്ചെന്ന് ഞാൻ അവിടെ പോയേനെ. ഞാൻ അന്ന് ഡൽഹിയിൽ പോകാൻ തീരുമാനമെടുത്തു, അതോടുകൂടി പിക്ചർ മാറി. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പലരുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാലോചിച്ച് മാത്രം ഇതേപോലെയുള്ള പ്രതിഷേധത്തിൽ പോയി ക്രൂരമായി അടിമേടിക്കുന്നതൊക്കെ അങ്ങ് നിർത്തണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വീട്ടുകാർക്ക് പോവും, വേറെ ആർക്കും ഇത് പോകത്തില്ല. വേറെ ആർക്കും ഇത് നിൻ്റെ ലൈഫും കഷ്ടത്തിലാകും. കാരണം അത്രമാത്രം ക്രൂരനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. പാർട്ടിക്കാരെയും പോലീസിനെയും വിട്ട് എന്ത് തോന്നിവാസം ചെയ്യിപ്പിക്കുകയാണ്. കാരണം അയാൾക്ക് ഭയമാണ്. അതുകൊണ്ട് ഈ പറയുന്ന നിങ്ങളുടെ പുറകെ നിൽക്കേണ്ട വി.ഡി. സതീശനാണെങ്കിലും മറ്റുള്ള ഇവരൊക്കെ പിന്മാറുകയാണ്. വെറുതെ പറയുന്നത് പിന്മാറുകയാണ്. ചില പ്രസ്താവന നടത്തും പിന്മാറി. കാരണം ഇവർക്ക് ആത്മാർത്ഥതയില്ല. അത് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാം അവരുടെ തട്ടുകത്തിൽ അവരൊന്നാണ്. പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി പ്രവർത്തകരും ഒക്കെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം.